ഇന്ന് അത്തം. 10ാം നാൾ പൊന്നോണം. തൃപ്പൂണിത്തറ രാജനഗരിയിൽ അത്തച്ചമയത്തിന് ഒരുക്കം പൂർണ്ണം. ആചാര ചടങ്ങുകളും ഘോഷയാത്രയും അല്പസമയത്തിനകം. അത്താഘോഷ ഉദ്ഘാടനം 9 മണിക്ക്. ഇക്കുറി അത്തമെത്തിയത് കർക്കിടകം കടക്കും മുൻപേ. ചിങ്ങപ്പുലരി നാളെ. ഓണമിങ്ങെത്തുമ്പോൾ സഞ്ചാരികളും ഗുണ്ടൽപേട്ടിലെത്തി. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. പൂപ്പാടങ്ങളിൽ സഞ്ചാരി പ്രവാഹം. പൂവിപണിയും സജീവം. പോലീസിൽ സ്ഥലം മാറ്റങ്ങൾ തുടരുന്നു. പക വീട്ടലെന്ന ആക്ഷേപം. പിണറായി കാലത്ത് റിംഗ് റൗണ്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകൾക്കിടെ തട്ടുകിട്ടിയത് 3 തവണ. SI സജി പാഞ്ഞത് ജോൺ ചെങ്ങന്നൂർ. വിയ്യപുരം വഴി അമ്പലപ്പുഴയിൽ. മാറ്റം സ്വാഭാവികമെന്ന ആഭ്യന്തര വകുപ്പ്. കണ്ണൂരിൽ ഗൂഗിൾ പേ ഇല്ലാത്തതിന് ബസ് കണ്ടക്ടറുടെ മൂക്കിടിച്ച് തകർത്ത യാത്രക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് പാനൂരുകാരൻ രമീഷ്. ലഹരിപ്പുറത്തുനിന്ന് പോലീസ്. ഗുണ്ടായിസം. കൂത്തുപറമ്പ് പാനൂർ റൂട്ടിലെ സൺസ്റ്റാർ ബസിൽ. മൂക്കിന്റെ എല്ല് പൊട്ടിയ കണ്ടക്ടർ രാഘവൻ തലശ്ശേരി ആശുപത്രിയിൽ. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലം കോഴിക്കോട്ട് ഒഴിവായത് വൻ അഗ്നിബാധ. ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത് സൗത്ത് ബീച്ചിൽ. അപായ സാധ്യത കൂട്ടിയത് തൊട്ടടുത്തുണ്ടായിരുന്ന പെട്രോൾ പമ്പ്. തീപിടിച്ചത് ആക്രി മാലിന്യങ്ങൾക്ക്. കാരണം വ്യക്തമല്ല. ശ്രീലങ്കയ്ക്കെതിരായ ഗാലെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ്. മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി. ക്രീസിൽ ഒപ്പം ഋഷഭ് പന്ത്. പരിക്കേറ്റ് KL രാഹുൽ ക്രീസ് വിട്ടു. ഗുരുതരമല്ലെന്ന് റിപ്പോർട്ട്.